ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ഏത് നേരവും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ 2 റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേന്ത്രക്കായ വെച്ചിട്ട് ചെയ്യാം. നേന്ത്രപ്പഴം മീഡിയം സൈസിലുള്ള എടുത്താൽ മതി. അതുപോലെ ചെറുപഴം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ചെറുപഴമാണെങ്കിൽ ഒരു 4 എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ. നമുക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, റൈസ് ഫ്ലോർ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ ആയിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്ത. പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 ടേബിൾ സ്പൂൺ 1/4 കപ്പാണ്. അതുപോലെ ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സാധാ പശുവിൻ പാല്. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് അരിപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പാണ്, 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. അതുപോലെ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പാല് 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാട്ടെ നിങ്ങൾക്ക്. പിന്നെ പഞ്ചസാര ചേർക്കാതെയും ചെയ്യാം. ഹണിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് നല്ല ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വലുതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. മാവ് ഒരു തവി ഫുള്ളായിട്ടൊന്നുമല്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് മുകൾ ഭാഗം കുക്കായി വരുമ്പോൾ ഈ ഒരു സമയത്താണ് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ചേർത്തിട്ടൊന്നുമില്ല അതിന്. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുകൾ ഭാഗം കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇത് നല്ലോണം വലുതാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ഒരു സൈസിൽ നമുക്കൊരു 7-8 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിനേക്കാളും ചെറുതാക്കുന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതിൽ നെയ്യിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം നല്ലോണം കുറക്കുക. ഈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. പിന്നെ പഴം നല്ല പഴുത്ത പഴം, അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കറുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം പണിയൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അരിപ്പൊടി ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഹണി നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹണി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കാം കേട്ടോ. ഹണിയോ ചോക്ലേറ്റ് സിറപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.